KSRTCയുടെ പുതിയതായിട്ട് ഇറങ്ങിയ നമ്മുടെ AC സീറ്റർ കം സ്ലീപ്പർ എന്നുള്ള ക്ലാസ് ബസ്സിൽ നമ്മളിപ്പോൾ യാത്ര ചെയ്ത് ട്രിവാൻഡ്രത്ത് നിന്ന് ആലപ്പുഴയ്ക്കാണ് ഞാനിപ്പോൾ ടിക്കറ്റ് എടുത്തത്. ഏറ്റവും ചാർജ് വരുന്നത് 453 രൂപയാണ് നമുക്ക് ചാർജ് വരുന്നത്. അപ്പം ഈ ബസ് വർത്താണെന്ന് അറിയാൻ വേണ്ടിയാണ് ഞാൻ ജസ്റ്റ് കയറി അതിൻ്റെ ചാർജും എല്ലാം അറിയാമെന്ന് വെച്ചതാണ്. അപ്പോൾ 453 രൂപ എന്ന് പറയുമ്പോൾ AC മൾട്ടി ആക്സിലിൻ്റെ റേറ്റാണ്. ആ ഷെഡ്യൂളിലാണ് ഈ ബസ് ഓടുന്നത്. പക്ഷേ ഇത് മൾട്ടി ആക്സിലല്ല, അശോക് ലൈലാൻഡിൻ്റെ 13.5 മീറ്റർ ലെങ്ത് വരുന്ന ഒരു ബസ്സാണ്. നമുക്ക് ഇരുന്നും യാത്ര ചെയ്യാം, കിടന്നും യാത്ര ചെയ്യാം. ഞാനപ്പം നമുക്ക് താഴെ ഇപ്പോൾ ലോങ് ഡിസ്റ്റൻസ് അല്ലാത്തതുകൊണ്ട് ട്രിവാൻഡ്രം ആലപ്പുഴ ആയതുകൊണ്ട് താഴത്തെ സീറ്റ് എനിക്ക് കിട്ടിയത്, സീറ്റർ. അതിനാണ് ഈ പറഞ്ഞ ചാർജ് വരുന്നത്. സ്ലീപ്പറിലാകുമ്പോൾ കുറച്ചുകൂടെ വ്യത്യാസം വരും. ഈ റേറ്റിനെ പക്ഷേ ഞാൻ നോക്കിയിട്ട് വർത്തല്ല ഈ ബസ്. ശരിക്കും പറഞ്ഞാൽ ഞാൻ വർത്തായിരിക്കും എന്ന് വെച്ചാണ് കയറിയത്. പുതിയ ബസ്സായതുകൊണ്ട് എൻ്റെ കംഫർട്ടൊക്കെ ഉണ്ട്, എയർ സസ്പെൻഷൻ ആണ്, അതിൻ്റെ കംഫർട്ടുണ്ട്. പക്ഷേ ഈ ബസ് കുറച്ചുകൂടെ ഓടിക്കഴിയുമ്പോൾ ഇതിൻ്റെ കംഫർട്ട് കുറയും. അപ്പോഴും ഇതേ ചാർജിനാണ് KSRTC ഓടിക്കാൻ നോക്കുന്നതെങ്കിൽ വൻ നഷ്ടമായിരിക്കും. കാരണം നിലവിൽ ഇപ്പോൾ തന്നെ ഈ ബസ്സിൽ ഏകദേശം ഒരു 7-8 പേരെ ഉള്ളൂ. ഞാൻ ട്രിവാൻഡ്രത്ത് കയറി കഴിഞ്ഞിട്ട് അതിൽ ഏകദേശം ഒരു 4-5 ടിക്കറ്റ് ബുക്കിംഗ് ആണ്. എനിക്കൊന്നും മിക്കവാറും ബാംഗ്ലൂരേക്കായിരിക്കും. പക്ഷെ ഒറ്റ കട്ട് ട്രിപ്പ് ഒറ്റ ആളുകൾ പോലും ഇതിൽ കയറുന്നില്ല. അത് വേറൊന്നുമില്ല, ഇതിൻ്റെ ചാർജ് കൂടുതലാണെന്നുള്ള ധാരണയും ആൾക്കാരുള്ളുണ്ട്. എനിക്ക് തോന്നുന്നു ഒരു സൂപ്പർ ഫസ്റ്റിന് ഏകദേശം 195 രൂപയാണ് ട്രിവാൻഡ്രം ടു ആലപ്പി ചാർജ് വരുന്നത്. അപ്പോൾ അതേ സ്ഥാനത്ത് അതിലൊരു 100 രൂപയുടെ കൂട്ടി ഒരു 300 രൂപയ്ക്ക് ഇതിൻ്റെ സീറ്ററും അതിനെക്കൂടി 100 രൂപയുടെ കൂട്ടി 400 രൂപയ്ക്ക് ഇതിൻ്റെ സ്ലീപ്പറിന് കൊടുക്കുകയാണെങ്കിൽ, ഇതേ ഡിസ്റ്റൻസിൽ കൊടുക്കുകയാണെങ്കിൽ ആള് നന്നായിട്ട് കയറും. KSRTCക്ക് നല്ല ലാഭമായിരിക്കും. ഈ പറഞ്ഞ സീറ്റ് ചിലപ്പോൾ ഫുള്ളായിട്ട് ഓടും. അല്ലാതെ എനിക്കൊന്ന് ഈ 8 പേര് കയറി ഇത്രയും ചാർജ് മേടിച്ച് ഓടിയിട്ടും ഭയങ്കര നഷ്ടമായി. എനിക്കൊന്ന് ട്രിവാൻഡ്രം ടു ആലപ്പുഴ വരുമ്പോൾ അങ്ങേറ്റ 2500 രൂപയൊക്കെ കളക്ഷൻ കിട്ടത്തുള്ളൂ. അതിനെങ്ങനെ ഇത് മുതലാവുമെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. KSRTC നഷ്ടത്തിലാകുന്നതിനുള്ള ചില കാര്യങ്ങൾ ഇതൊക്കെയാണ്. ഇപ്പോൾ ഇത് ലാഭത്തിൽ ഓടും ഈ ബസ്സുകൾ. കാരണം ഇത് ബാംഗ്ലൂർ ട്രിപ്പ് പോകുമ്പം എന്തായാലും ഇപ്പം എറണാകുളം കഴിയുമ്പം പിന്നെ ആളുകാർ ചിലപ്പോൾ ഫുള്ളായി ഈ ബസ് പോകും. ഇപ്പോൾ ഇന്നൊരു വർക്കിംഗ് ഡേ ആണ്, ട്യൂസ്ഡേ ആണ്. ചിലപ്പോൾ അല്ലാത്ത ദിവസങ്ങളിൽ ഇപ്പോൾ വീക്കെൻഡൊക്കെ ആണെങ്കിൽ എന്തെങ്കിലും കളക്ഷൻ കൂടും. പക്ഷേ എല്ലാ ദിവസവും നമുക്ക് അല്ലെങ്കിൽ വീക്കെൻഡ് മാത്രം വേണമെങ്കിൽ ചാർജ് ഇതേ ഒരു രീതിയിലാക്കിയിട്ട് അല്ലാത്ത ദിവസങ്ങളിൽ ചാർജ് കുറച്ചൊക്കെ ഓടിക്കഴിഞ്ഞാൽ, കാരണം ഒരുപാട് കുറയ്ക്കണമെന്നല്ല പറയുന്നത്, ഈ പറഞ്ഞ രീതിയിലുള്ള ചാർജ് ആക്കുവാണെങ്കിൽ ആൾക്കാർക്കും ബെനിഫിറ്റ് ആയിരിക്കും, KSRTCക്കും ബെനിഫിറ്റ് ആയിരിക്കും. എന്തുകൊണ്ടോ KSRTC ഇങ്ങനെ ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്യുന്നില്ല. പിന്നെ ഇതിൻ്റെ ഫീച്ചേഴ്സ് പറയുമ്പോൾ ഈ പറഞ്ഞ പോലെ നമുക്ക് സെമി സ്ലീപ്പറായിട്ട് പുഷ് ബാക്ക് സീറ്റിലും കിടന്ന് യാത്ര ചെയ്യാം. മേളിൽ ഫുള്ളായിട്ട് ഒരു ബെർത്തിൽ തന്നെ കിടന്ന് യാത്ര ചെയ്യാം. അശോക് ലൈലാൻഡിൻ്റെ 13.5 മീറ്റർ ആണ്. ഇതാണ് ബസ്സിൻ്റെ ഒരു ഔട്ട്ലുക്ക് എന്ന് പറയുമ്പം ഇതാണ്. അത്യാവശ്യം ഒരു വണ്ടി കാണാനൊക്കെ കുഴപ്പമില്ല. പക്ഷേ ഈ കളർ എനിക്ക് അത്ര പേഴ്സണലി എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. നമ്മുടെ ഇന്ത്യൻ ഫ്ലാഗും കാര്യങ്ങളൊക്കെ ശരിയാണ്, പക്ഷേ ബസ്സിനത് ചേരുന്നില്ല. അതാണ് ഇതിനകത്തുള്ള പ്രശ്നം. ഫ്രണ്ടിലിപ്പം പറഞ്ഞു